ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നൊരു ലൈനിങ് ഉള്ള ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ചുരിദാർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നെക്ക് ഡിസൈനെല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഫോൾഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഈ നെക്ക് ഡിസൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കണം കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഡിസൈനിൻ്റെ സെൻറ്റർ കണ്ടിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് പകുതി പകുതി ഡിസൈൻ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തുമ്പോൾ കിട്ടുക. ഞാൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ചുരിദാറിൽ ചെയ്യുന്നത് പോലെ എല്ലാ മെഷർമെൻറ്റും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ക്ലോത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലൈനിങ് ഇതേപോലെ എടുക്കാം. ചുരിദാറിന് വേണ്ടി ഞാനിവിടെ 2 മീറ്റർ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് നേരെ ഒന്ന് മടക്കിയിടാം. അതിനുശേഷം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലെങ്ത്തിൻ്റെ കാര്യം കുറച്ചും കൂടി കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ മെയിൻ ക്ലോത്തിൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ലൈനിങ്ങിൽ എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ലൈനിങ് ഓപ്പൺ ആക്കിയ പീസിൽ നിന്ന് ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും വേണ്ടിയിട്ട് എടുത്തു വെക്കാം. അപ്പോൾ ആദ്യത്തെ പീസ് നമുക്ക് ഇതേപോലെ എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിലുള്ള ഫ്രണ്ട് പാർട്ട് ഇതേപോലെ അതിന് മുകളിലായിട്ട് വെക്കുക. ശേഷം ഇതേ അളവിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും ട്രേസ് ചെയ്തെടുക്കാം. നമ്മൾ മെയിൻ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തത് കൊണ്ട് ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ മാർക്കിങ്ങുകളും അതേപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അടുത്ത പീസ് ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്ക് ബോഡി പാർട്ട് ഇതേപോലെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ലൈനിങ് പീസും 2 മടക്കിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ബാക്കിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് ബാക്ക് നെക്കും ഞാൻ കട്ട് ചെയ്യാതെ ലൈനിങ്ങിൽ എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അതിന് ശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല ബോഡി പാർട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങിൻ്റെ പീസ് വെക്കുക. സ്റ്റിച്ച് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കുക. അതായത് ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ട് വരുന്ന വിധത്തിൽ അതിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതേപോലെ വെച്ചിട്ട് നെക്ക് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ കട്ട്സ് ഇടവിട്ടിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് നല്ല വശത്തേക്ക് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കുക. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ പീസിലേക്ക് ഒരു പ്രസ് സ്റ്റിച്ച് നമുക്ക് ചുറ്റിലും കൊടുക്കാം. ഇവിടെ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നെക്കിന് നല്ല വശത്തേക്കായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ എൻഡിൽ നിങ്ങൾക്ക് ഇതേപോലെ അരികിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രഷർ ഫുട്ടറിൻ്റെ വീതിക്കായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിങ്ങിൻ്റെ താഴെവശം ഇതേപോലെ ഒന്ന് മടക്കിയടിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്കിനി ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് ഇതേപോലെ മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡറിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത്. ഷോൾഡർ കഴിഞ്ഞാൽ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം, ഷേപ്പിൻ്റെ ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ മറു സൈഡിലുള്ള ഷോൾഡറും ആം ഹോളും സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസിലാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞ പോലെയൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബാക്ക് ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം ബാക്കിൻ്റെ നല്ല വശം ഇതേപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കട്ട്സ് ഇടുക. നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ബാക്കത്തെ ബോഡി പീസ് ഇതേപോലെ ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ പ്രസ് സ്റ്റിച്ചോ നെക്കിന് സ്റ്റിച്ചോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഇതേപോലെ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്തായിട്ട് നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതേപോലെ ഫേസ് ടു ഫേസ് വെക്കുക. അപ്പോൾ 2 ബോഡി പീസിൻ്റെയും ഷോൾഡറിൻ്റെ പോയിൻറ്റുകൾ ഒരുമിച്ച് ഇതേപോലെ കറക്റ്റ് വരുന്ന വിധത്തിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. നമുക്കത് കറക്റ്റ് കിട്ടും, നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ പീസ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിനൊന്ന് കവർ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ ആയിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മറ്റേ വശത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെക്കുക. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ് കൊണ്ട് ഫ്രണ്ടിലേക്ക് ഇതേപോലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആയിട്ട്
നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻവിസിബിളായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റുക. അടുത്ത് നമുക്ക് ബാക്കത്തെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ കൊടുത്ത അതേ വീതിക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ ബാക്കത്തെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കിയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം മടക്കിയടിച്ച് വെക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ ഫ്രണ്ടിൽ ചെയ്ത പോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഷേപ്പിൻ്റെ ഭാഗവും എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ മറുവശവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാനും സൈഡ് ജോയിൻ ചെയ്യാനും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോർമലി ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയാവും. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് ഇതേപോലെയാണ് ലൈനിങ് വെച്ചിട്ട് കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.